സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ. 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ വൈദ്യുതി വിതരണ രംഗത്ത് വൻ മാറ്റമുണ്ടാക്കി തിരുവാലി 110 kV സബ്സ്റ്റേഷൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരും KSEBയും ചേർന്ന് 20 കോടി രൂപ ചെലവിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. ശേഷിയുള്ള പമ്പ്ഡ് സ്റ്റോറേജ് പദ്ധതികളും ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റങ്ങളും നാം വിഭാവനം. മലപ്പുറം ജില്ലയുടെ വികസനത്തിൽ ഇന്നേവരെ ഒരു സർക്കാരും നൽകാത്ത അത്രയും വലിയ പരിഗണനയും കരുതലുമാണ് ഈ LDF സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം പാക്കേജ് എന്ന പേരിൽ 410.93 കോടി രൂപയുടെ ബൃഹത്തായ പദ്ധതിയാണ് വിതരണ മേഖലയുടെ ആധുനികവൽക്കരണത്തിന് മാത്രം നമ്മൾ നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ 28.5 MVA ശേഷിയുള്ള സബ്സ്റ്റേഷനാണ് സജ്ജമാക്കിയത്. പുതിയ സബ്സ്റ്റേഷൻ പ്രവർത്തനക്ഷമമാകുന്നതോടെ നിലവിലുള്ള പ്രസരണ നഷ്ടം കുറയ്ക്കാനും ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഗുണമേന്മയുള്ള വൈദ്യുതി ഇടതടവില്ലാതെ ലഭ്യമാക്കാനും സാധിക്കും. വണ്ടൂർ മണ്ഡലത്തിലെ തിരുവാലി, വണ്ടൂർ, തൃക്കലങ്ങോട്, മമ്പാട് പഞ്ചായത്തുകൾക്കും ഏറനാട് മണ്ഡലത്തിലെ എടവണ്ണ പഞ്ചായത്തിനും പുതിയ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ഇതിനു പുറമെ മഞ്ചേരി, നിലമ്പൂർ ഇലക്ട്രിക്കൽ സർക്കിൾ പരിധിയിലുള്ള 6 ലക്ഷത്തോളം ഉപഭോക്താക്കൾക്കും ഇതിന്റെ ഗുണം ലഭിക്കും. തിരുവാലി ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ AP അനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. സബ്സ്റ്റേഷന്റെ ശിലാഫലകം MLA അനാച്ഛാദനം ചെയ്തു. KSEB പ്രസരണ വിഭാഗം ഡയറക്ടർ S. ശിവദാസ്, വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. അമൃത, തിരുവാലി പഞ്ചായത്ത് പ്രസിഡന്റ് സുമാതാര്യൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ RP ബീന, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മലപ്പുറം ട്രാൻസ്മിഷൻ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ MA ബിജുമോൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവാലി. വണ്ടിക്കൂലി വെറുതെയാവില്ല. ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ്. കൃപ ഹോം അപ്ലയൻസസ്, പുലിക്കോട്ടിൽ ആർക്കേഡ്, നടുവത്ത്. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്, PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.